വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും വലിയൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. ഇന്ന് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയിലേക്ക് മുകളിലേക്ക് പോയിരിക്കുന്നു. നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സപ്പോർട്ട് മാത്രമേ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഓരോ തവണയും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ കഴിയില്ല. ഒരു സപ്പോർട്ട് ഏരിയയെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു പുൾ ബാക്ക് തന്നൊരു ഏരിയ ആണ്. പ്ലസ് നോക്കിയാൽ കാണാം മുകളിൽ ഒന്ന് രണ്ട് തവണ ഒരു റിജക്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യണം. അതിനു മുന്നേ ഇന്നത്തെ ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് യുഎസ്എയെ സംബന്ധിച്ചിടത്തോളം വരുന്നത് ഫെഡ് ചെയർ പവലിന്റെ സ്പീച്ചാണ്. അത് വരുന്നത് ഇന്ത്യൻ സമയം 8:30 PM എന്താണ് കാര്യങ്ങൾ മറ്റുള്ളതൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ന്യൂസ് വന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് യുഎസ് എക്കണോമിയെ സംബന്ധിച്ച് ഇപ്പോൾ അടുത്ത് വരുന്ന ന്യൂസുകളെല്ലാം ബേസ് ചെയ്തിട്ട് സ്പീച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് ട്രംപിന്റെ സ്പീച്ച് ഉണ്ട്. അത് കൃത്യമായൊരു സമയം തന്നിട്ടില്ല. ഒരുപക്ഷെ എപ്പോഴായിരിക്കുമെന്ന് അതും പറയാനായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ഇമ്പോർട്ടന്റ് ആയ ന്യൂസുകൾ ഇന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം വരുന്ന സമയം, അതായത് ന്യൂസോ മറ്റോ വന്ന സമയത്തിന് ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയി ഒരുപക്ഷെ ഭയങ്കര വളച്ചുവിലാവുന്ന മാർക്കറ്റ് ആയിരിക്കാം ന്യൂസിന് ശേഷം വരുന്നത്. അപ്പൊ എന്താണ് തീരുമാനങ്ങളും മറ്റ് എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങളും മറ്റൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എനിവേ ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ട്രേഡിൽ നിന്ന് മാറി നിന്ന് സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മറ്റു രണ്ട് സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട്. നേരത്തെ മാർക്ക് ചെയ്തതല്ലാത്ത മറ്റു രണ്ട് സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു ബ്രേക്ക് ഔട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയനെ നമ്മൾ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് തന്നിട്ട് ഒരു റീടെസ്റ്റോ മറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഏരിയനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ നിന്നും മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടാണ് ബ്രേക്ക് ഔട്ട് തന്നിട്ട് മുകളിലോട്ട് കയറിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട രണ്ട് സപ്പോർട്ട് ഏരിയകൾ 1 അവറിലുള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ഒന്ന് നമുക്ക് അനാലിസിസ് ചെയ്യാം. നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒന്ന് താഴോട്ടേക്ക് മാർക്കറ്റ് ഇറങ്ങി വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് തന്നു. ഈ ഒരു ഏരിയയിലേക്ക് തന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് വളരെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. നല്ലൊരു ബ്രേക്ക് ഔട്ട് തരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് ഇന്ന് ഇവിടേക്ക് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട്. അത് ഒരു ബൈ എൻട്രി ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് ബൈ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇവിടെ നിന്നൊരു ബൈ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒരുപക്ഷെ വീണ്ടും മുകളിലോട്ട് ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ റെസിസ്റ്റൻസോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് തന്നെ സെൽ എൻട്രി എടുക്കണം. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടന്ന ആ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെൽ എൻട്രി ഉണ്ട്. ആ ഒരു സെൽ എൻട്രി എന്ന് പറയുന്ന ഈ സപ്പോർട്ട് ഏരിയയിലേക്കാണ്. ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നോക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു റീടെസ്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയും കൂടി ഉണ്ട്. 2880 അടുത്തേക്ക് വരുന്ന സമയത്ത് അത് നോക്കുക. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ബൈ എൻട്രി ആൻഡ് സെൽ എൻട്രി പറയുന്നത്. ഇനി അടുത്ത പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരു ബൈ എൻട്രി നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നതിൽ നിന്ന് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട്, അതായത് ഈ ഒരു ഏരിയയിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ഒരുപക്ഷെ വലിയൊരു ക്യാൻഡിൽ മുകളിലോട്ട് കിട്ടുകയാണെങ്കിൽ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ക്യാൻഡിൽ തന്നെ കിട്ടണം. മുകളിലോട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ 9550 വരെയൊക്കെ ഏറെക്കുറെ ഒരു ടാർഗറ്റ് കിട്ടാനുള്ളതാണ്. അതിന് മുകളിലും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ എന്നാലും 9550 വരെ വെച്ചാൽ മതി. കാരണം മുകളിൽ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായി എവിടെ വരെ പോകുമെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു ബൈ എൻട്രി ആണ്. ഇനി അടുത്തൊരു ബൈ എൻട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു സപ്പോർട്ട് ആയിരിക്കും. അങ്ങനെ നല്ല രീതിയിൽ ഒന്ന് പുൾ ബാക്ക് വരികയാണ്, മാർക്കറ്റ് ഇവിടെ വരികയാണ്, ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ബൈ എൻട്രി ഉണ്ട്.
അതിന്റെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഏരിയയിലായിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് ഇതിന്റെ മുകളിലുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ ആയിരിക്കാം. അല്ലെങ്കിൽ ഹൈയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് കിട്ടുന്ന എന്തെങ്കിലും പാറ്റേണോ മറ്റോ ഉണ്ടെങ്കിൽ അതായിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ 4 എൻട്രീസ് പറഞ്ഞിട്ടുണ്ട്. ഈ 4 എൻട്രീസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഏരിയാസിൽ നിന്ന് ആണ് വരുന്നത്. അപ്പോൾ ആ ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ സോൺ ബേസ് അനാലിസിസ് ആണ്. അതുകൊണ്ടാണ് കൃത്യമായി എൻട്രി പോയിന്റുകളും മറ്റും പറയാത്തത്. അപ്പോൾ സോണിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എങ്ങനെയാണെന്നുള്ളത് നോക്കാനാണ് തൊട്ടു മുന്നേ പറഞ്ഞത്. അപ്പോൾ വീഡിയോസ് കാണുന്ന എല്ലാവരും അതൊന്ന് ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അതും ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.